ഹലോ ചങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമർക്ക് ഒരുപാട് കസ്റ്റമറുണ്ട് നമ്മളെ വിശ്വസിച്ചിട്ട് വണ്ടി എടുത്ത് വണ്ടിയുടെ എല്ലാ വർക്കുകളും എൻ്റേതായ ഇഷ്ടത്തിന് ചെയ്തിട്ട് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഡെലിവറി കൊടുക്കണം. അതേപോലുള്ള ഒരു കസ്റ്റമർക്ക് ഇന്ന് വണ്ടി നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മുൻകൂറായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ നാടിൻ്റെ അയൽവാസിയുമായ മിസ്റ്റർ ആഷിഖ് സലാലയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്, പ്രവാസിയാണ്. ആളെന്നോടൊരു വണ്ടി വേണം, 14 മോഡൽ വൈറ്റ് കളർ വേണം, ടാക്സി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു വണ്ടി അമീർ കൊണ്ടുവന്ന് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരു നല്ലൊരു വണ്ടി കൊണ്ടുവന്ന് അവർക്ക് ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നു, എൻ്റേതായ ഇഷ്ടത്തിന്, അതായത് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വർക്ക്ഷോപ്പിൽ എൻ്റെ ഐഡിയയിൽ പണിയണം, ബാക്കിയൊന്നും അവനക്കൊരു വിഷയമില്ല, കാര്യമില്ല. പക്ഷെ വണ്ടി മൊഞ്ചാവണം. അപ്പം 4 ആൾ പോകുമ്പോൾ ഇതാരെ വണ്ടിയാണ്, അല്ലെങ്കിൽ ടാക്സി ആകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ല ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ നല്ല മൊഞ്ചാക്കിയിട്ടൊരു വണ്ടി വേണമല്ലോ. ആ ഒരു മൊഞ്ചിൽ ഞാൻ മൊഞ്ചാക്കിയിട്ട് എൻ്റെ ഐഡിയയോട് കൂടിയിട്ട് ഞാൻ പണിതൊരു വണ്ടിയാണ് നിങ്ങളെ മുന്നിൽ നിന്ന് ഞാൻ കാഴ്ചവെക്കുന്നത്. ചങ്ങായിമാരെ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ആഷിക്കൊത്ത വണ്ടി എന്ന് തന്നെ പറയണം. കാരണം അത്ര എഫേർട്ട് എടുത്തിട്ട് ഞാനൊരു മാസമായിട്ട് പണിതുണ്ടാക്കിയ വണ്ടിയാണ്. ഇതിൻ്റെ പുറം ഭാഗമായാലും ശരി ഉള്ളായാലും ശരി ഒരു വെറൈറ്റി തന്നെയാണ്. ഇപ്പം അടുത്തൊന്നും ഞാൻ ഇതിന് മുന്നേ ഒരു ഇന്നോവ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്ത ഒരു അടിച്ചാപ്പൊളി വർക്ക് തന്നെയാണ് ഈ വർക്ക്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. 2014 ടാക്സി നമ്പറിലുള്ള വണ്ടി തന്നെയാണ്. നമ്മൾ ടാക്സി ആക്കിയിട്ട് തന്നെയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇത് 14 ഓൾറെഡി നമുക്ക് ടൈപ്പ് 4 വരുന്നത് എന്നുണ്ടെങ്കിലും എക്സ്ട്രാ നമ്മൾ സ്കേട്ടിങ്, ഫോഗ് ലാമ്പ്, ഗ്രില്ലിമ പെയിൻറ്റ്, അതുപോലെ ഒരു മിറർ, അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ എടുത്ത് പറയേണ്ട ഒരുപാട് വർക്കുകൾ നമ്മളിതിപ്പോൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ മിറർ വെച്ച് ഈ നോർമൽ ബമ്പറിന് വേറൊരു എക്സ്ട്രാ സ്കേട്ടിങ് വെച്ച് വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോരാണ്ട് തന്നെ മഡ് ഗാർഡിന് നമ്മളൊരു ക്രോം വെച്ച്, അതുകൂടാതെ നല്ല അടിച്ചാപ്പൊളി അലോയിൽ, ഈ അലോയിൽ വേറെ കളറായിരുന്നു, ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് അലോയിലിന് പെയിൻ്റ് അടിച്ച് ടയർ അതിനോട് യോജിച്ച 4 ടയർ ഇട്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നല്ല അടിച്ചാപ്പൊളി ബോഡി സ്റ്റിക്കർ, അതിനൊരു ക്രോമ്, അങ്ങനെ മൊത്തത്തിൽ ഒരു റെയിൻ ഗാർഡൊക്കെ വെച്ച് അതൊക്കെ നോർമലി നമ്മൾ വണ്ടിക്ക് വെക്കാനാണ്. എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റിങ്ങും എക്സ്ട്രാ സ്കേട്ടിങ്ങും അതിലുപരി നമ്മൾ ചെയ്തിട്ടുള്ള അലോയിലും വർക്കുകളാണ്. ഇത് ചുറ്റുഭാഗം നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ വണ്ടി പണിതിട്ടുള്ളത്. കാരണം കസ്റ്റമർ ഇഷ്ടപ്രകാരം മറ്റൊരാൾ പറയില്ല ഒരു അടിച്ചാൽ പോലെ നമ്മൾ നാട്ടിലിങ്ങനെ വണ്ടിയായിട്ട് പോകുമ്പോൾ ആളിങ്ങനെ നോക്കട്ടെ അതാരെ വണ്ടിയാണ്, അത് നമ്മൾ ആഷിക്കിൻ്റെ വണ്ടിയാണെന്ന് പറയുമ്പോൾ ആ ഒരു ക്രെഡിറ്റാണ് നമുക്ക് ആഷിക്കിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മളിവിടെ കസ്റ്റമറിന് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ എല്ലാ വണ്ടിക്ക് ചെയ്യുന്ന പോലെ ഒരു 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സെറ്റ്, അത് പോരാതെ നമ്മൾ ഡാഷ് ബോർഡും ഒരു വുഡിൻ്റെ ഫിനിഷ് കൊടുത്ത്, കാരണം ഇതൊരു G4 വണ്ടിയാണ്. അതിലുപരി നമ്മൾ ഡാഷ് ബോർഡിന് ലെതറിൻ്റെ ഒരു സ്റ്റിച്ചിങ് റെക്സിങ് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം സാധനം തന്നെ സ്റ്റിയറിംഗും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഗിയർ ബൂട്ട്, മൊത്തത്തിൽ ഈ വണ്ടിക്ക് എല്ലാം നമ്മൾ ഡാഷ് ബോർഡ് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സീറ്റ് വർക്കുകളും ചെയ്തിട്ടുള്ളത്. ഇതിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ടോപ്പിൻ്റെ കാര്യമാണ്.